ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോണിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടറിന് വെക്കുന്ന UPSന് വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കറണ്ട് പോകുമ്പോൾ തന്നെ ഓഫായി പോകുക എന്നുള്ളത്. അതായത് ചാർജ് നിൽക്കാത്ത ഒരു അവസ്ഥ. അപ്പോൾ ഇത് 90% ഇത് വരുന്നത് ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് തന്നെ എങ്ങനെ ഒരു ബാറ്ററി ഇതിനകത്ത് മാറ്റി സെറ്റ് ചെയ്യാം, അതിന് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പോൾ നമ്മൾ ബാക്കപ്പ് നമ്മൾ ഓൺ ചെയ്തു, കത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഓഫായി പോകും, ബാക്കപ്പ് നമുക്ക് കിട്ടത്തില്ല. പക്ഷേ കറണ്ടിൽ നമ്മൾ ഓൺ ചെയ്തിടുവാണെങ്കിൽ ഓക്കെ ആയിട്ട് നിൽക്കും, ലൈറ്റ് കത്തി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കപ്പ് ഒന്ന് മിന്നിയിട്ട് ബാക്കപ്പ് അങ്ങ് പോകും, ബാക്കപ്പ് നമുക്ക് കിട്ടൂല. അപ്പോൾ ഇതിനൊരു ബാറ്ററി എങ്ങനെ ചേഞ്ച് ചെയ്ത് വെക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ അടിയിലായിട്ടാണ് നമുക്ക് സ്ക്രൂ വരുന്നത്, 4 സ്ക്രൂ. നമ്മൾ 4 സ്ക്രൂ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞാൽ ഈ ടോപ്പ് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നിറയെ പൊടിയുണ്ട്, ഞാൻ ആ പൊടി ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം പൊടിയൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ബാറ്ററി മാറുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ ചാർജ് ചെയ്യുമ്പോൾ ഈ ബാറ്ററി ചാർജ് ആവാനുള്ള വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ആ ഒരു കംപ്ലൈൻറ്റ് വരാറുണ്ട്, ചാർജിങ് വോൾട്ടേജ് വരാത്ത പ്രശ്നം. അങ്ങനെ ഉണ്ടെങ്കിൽ ബാറ്ററി ഡൗൺ ആയിരിക്കും, ബാറ്ററി ചാർജ് ആവില്ല. ഇപ്പം ബാറ്ററിക്ക് നമുക്ക് 12.53 വോൾട്ട് കാണിക്കുന്നുണ്ട്. UPS ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. UPS ഓണായി, 13.39. അപ്പോൾ ഇവിടെ ചാർജിങ്ങിനുള്ള വോൾട്ടേജ് നമുക്ക് വരുന്നുണ്ട്. ആ സർക്യൂട്ടിന്റെ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മുടെ ബാറ്ററി തന്നെയാണ് നമുക്ക് കംപ്ലൈന്റ് എന്ന് ഉറപ്പിക്കാം. കാര്യം നമുക്ക് ബാറ്ററിക്ക് ഉണ്ടായിരുന്ന വോൾട്ടേജിനെക്കാട്ടിയും കൂടുതലായിട്ട് വോൾട്ടേജ് വന്നിട്ടുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് ചാർജ് ആവാനുള്ള വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനെവിടെ 2 ക്ലിപ്പാണ് ഇളക്കിയെടുക്കുക. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അവിടെ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പുതിയൊരു ബാറ്ററി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി മേടിക്കുമ്പോൾ തന്നെ ഇതിന് 10 months വാറണ്ടി ഉണ്ട്. ഈ ബാറ്ററിക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2025 7-ാം മാസം അത് അവിടുന്ന് തന്നെ മാർക്ക് ചെയ്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് 10 മാസത്തേന് നമുക്ക് വാറണ്ടി ഉണ്ട്. അപ്പം നമ്മളിത് കണക്ട് ചെയ്യണം. കണക്ഷനൊക്കെ സിമ്പിളാണ്. പക്ഷെ നമ്മുടെ ഈ വയറുകൾ തങ്ങളിൽ മാറിപ്പോകരുത്. എപ്പോഴും കറുത്ത വയർ കറുത്ത നെഗറ്റീവിലും റെഡ് വയർ പോസിറ്റീവിലും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് UPSൻ്റെ ബാക്കപ്പ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ബാക്കപ്പ് ഇപ്പം നമുക്ക് ഓണായി നിൽക്കുന്നുണ്ട്. ഈ ബാറ്ററിയുടെ വോൾട്ടേജ് 12.54. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. 12.97 ആയിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് 13-ന് മേളിലൊന്നും നമുക്ക് കയറി പോകത്തില്ല. പെതുക്കെ കൂടി വരത്തേ ഉള്ളൂ. 13.8 അങ്ങനെ കൂടി വരത്തേ ഉള്ളൂ.
ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. തിരിച്ച് വെച്ച് നമ്മൾ ആദ്യം ഇളക്കി വെച്ച 4 സ്ക്രൂ തിരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നു. നമ്മൾ അടച്ചെടുത്ത് ഇനി ബാക്കപ്പ് നമുക്ക് ഓൺ ചെയ്യാം. ബാക്കപ്പ് നമുക്ക് കത്തി നിൽക്കുന്നുണ്ട്. നമ്മുടെ UPS റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.